പവർ പോയിൻ്റ് ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ എന്നാൽ നമുക്ക് വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണല്ലോ. ഇന്ന് ഞാൻ താല്പര്യപ്പെടുന്നതായ വിഷയം ഇതാണ്: ഓരോ ഭവനത്തിൻ്റെയും പ്രത്യാശയും സഹായവുമായ ക്രിസ്തു എന്നുള്ള വിഷയത്തോടുള്ള ബന്ധത്തിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നത്. This morning I want to talk about this topic about how for every home the hope and expectations is in the Lord. നമ്മുടെ കർത്താവ് ആണ് നമ്മുടെ അല്ലെങ്കിൽ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം എല്ലാ കുടുംബത്തിൻ്റെയും അല്ലെങ്കിൽ ഓരോ വ്യക്തിജീവിതത്തിൻ്റെയും പ്രത്യാശ അല്ലെങ്കിൽ സഹായം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് തന്നെയാണ്. For every individual and for every family, the hope and the help is in our Lord. അതിനാധാരമായിട്ട് ഞാൻ തിരഞ്ഞെടുത്തതായ വേദഭാഗം വായിച്ച വേദഭാഗം 121 സങ്കീർത്തനമാണ്. And the chapter we'll read from is Psalm 121. അവിടെ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. And in 1 and 2 verses we read this: I lift up my eyes to the hills. Where does my help come from? My help comes from the Lord, the maker of heaven and earth. നമ്മൾ വ്യക്തിപരമായിട്ട് നോക്കിയാലും കുടുംബപരമായിട്ട് നോക്കിയാലും സാമൂഹ്യപരമായിട്ട് നോക്കിയാലും പലപ്പോഴും വെല്ലുവിളികളെ കൊണ്ട് നിറയപ്പെട്ടതായ ഒരു ലോകത്തിലാണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. When we think about us as an individual, as a family or as a society, we live in a world where there are a lot of challenges. വെല്ലുവിളികൾ എന്ന് പറയുമ്പോൾ അതിന് വലിപ്പ ചെറുപ്പമില്ല, സമയ വ്യത്യാസമില്ല, പ്രായ വ്യത്യാസമില്ല, അല്ലെങ്കിൽ സ്റ്റാറ്റസിന് വ്യത്യാസമില്ല. ഇങ്ങനെ എല്ലാവരുടെയും ജീവിതത്തിൽ പലതരത്തിലുള്ളതായ വെല്ലുവിളികൾ അനുഭവിക്കുന്നവരാണ് നാം എല്ലാവരും. And no matter if you're a small or big, you have a family status, everyone irrespective faces challenges. വെല്ലുവിളികൾ എന്ന് പറയുമ്പോൾ എനിക്ക് പറയുവാൻ തക്കവണ്ണം ഓർമ്മയിൽ കടന്നു വരുന്നതായ കാര്യങ്ങൾ സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ ഉള്ളതായ പ്രിയപ്പെട്ടവരുണ്ട്. When we think of challenges, there are those with financial struggles. അതുപോലെ രോഗത്തിൻ്റെതായ പിടിയിൽ അകപ്പെട്ടതായ പ്രിയപ്പെട്ടവരുണ്ട്. There are those battling sickness. തകർന്നതായ ബന്ധങ്ങളുടെ മുമ്പിൽ ആയിരിക്കുന്നതായ പ്രിയപ്പെട്ടവരുണ്ട്. And those facing relationship issues. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്നതായ ഉത്സാഹമില്ലാത്തതായ പ്രിയപ്പെട്ടവരുണ്ട്. And those that lack the excitement in life. അതുപോലെ ജീവിതത്തിൽ ഭയം കൊണ്ട് നിറയപ്പെട്ടതായ എന്തായിരിക്കും അടുത്തതായ സമയം, അടുത്തെന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് ഒരു നിശ്ചയമില്ലാത്ത പ്രിയപ്പെട്ടവരുണ്ട്. And those with the uncertainty of future who battle fears. ഇങ്ങനെ കടന്നു പോകുന്നതായ ചലഞ്ചസ്, വെല്ലുവിളികൾ അഭിമുഖീകരിക്കുന്ന എല്ലാവരും ചോദിക്കുന്നതായ ഒരു ചോദ്യമാണ്: എന്നെ ആര് സഹായിക്കും? And all these who are going through these challenges ask this one question: who is there to help me? നമ്മുടെ ജീവിതത്തിൽ സഹായം വരുന്നത് എവിടെ നിന്നാണ് എന്നുള്ളതായ ചോദ്യം എനിക്കും നിങ്ങൾക്കും എപ്പോഴും ഉണ്ടാകുന്നതായ ചോദ്യമാണ്. It is a question that often faces us: where does my help come from? എന്നാൽ അതിന്റെ ഉത്തരം ഈ സങ്കീർത്തനക്കാരൻ തന്നെ മറുപടിയായി നൽകുന്നത് തന്നെയാണ് എന്റെയും നിങ്ങളുടെയും അല്ലെങ്കിൽ ദൈവമക്കളുടെ ഉത്തരമായി മാറുന്നത് എന്ന് ഉള്ളത് നമ്മുടെ ജീവിതത്തിൽ ആശ്വാസമാണ്. And we get this comfort because the psalmist gives the answer in the verses itself. അവിടെ പറയുന്നത് എങ്ങനെയാണ്: എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് കടന്നു വരുന്നു. We read the answer: my help comes from the Lord, the maker of heaven and earth. അപ്പോൾ ഇവിടെ എനിക്ക് ഇന്ന് പൽക്കാലം നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ തക്കവണ്ണമുള്ളത് ഹല്ലേലൂയ പ്രധാനപ്പെട്ടതായ 4 കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കുവാനായിട്ടാണ് താല്പര്യപ്പെടുന്നത്. I wish to remind you about 4 things today. ആമേൻ. ഒന്നാമത് നമ്മൾ ചിന്തിക്കേണ്ടതായ ഒന്നാമത്തെ പോയിന്റ് എന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ ദൈവം തന്റെ സഹായം അയക്കും. The first thing is God sends his help in unexpected ways. ആമേൻ.
ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, ഹല്ലേലൂയ, എനിക്ക് സഹായം എവിടെ നിന്ന് വരുമെന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത, നമ്മൾ ചിന്തിക്കാത്ത വഴിയിലൂടെയാണ് എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്നത്. When we think where does the help come from, God works in ways beyond our thinking and beyond the ways unexpected he works. നമ്മൾ യെരുശലേമിൻ്റെതായ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ഈ സങ്കീർത്തനം ആദ്യമായിട്ട് പ്രാരംഭമായി ആരംഭിക്കുന്നത്. And the psalmist stands on Jerusalem and bases that he uses. അവൻ ആദ്യമായിട്ട് പറയാണ്, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എന്നുള്ള നിലയിലാണ് സംസാരിക്കുന്നത്. And here he refers, he says, I lift up my eyes to the hills. ഹല്ലേലൂയ, എന്റേതായ കണ്ണുകളെ ഞാൻ പർവ്വതങ്ങളിലേക്ക് എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, ദൈവം വസിക്കുന്ന പർവ്വതങ്ങളിലേക്ക് എന്നുള്ളത് വേണം നമ്മൾ മനസ്സിലാക്കുവാൻ. And what the psalmist is saying, he puts his eyes on the hills where God dwells. അപ്പോൾ ദൈവം വസിക്കുന്നതായ പർവ്വതത്തിൽ നമ്മുടെ കണ്ണുകളെ ഉയർത്തിയാൽ സഹായിക്കുന്ന സഹായകനായ ഒരു ദൈവമാണ് എന്റെയും നിങ്ങളുടെ ദൈവം. Our God is the one, when we look at him, he will help us. ഹല്ലേലൂയ. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സഹായം വരുന്നത് കുന്നുകളിൽ നിന്നല്ല, അല്ലെങ്കിൽ പർവ്വതത്തിൽ നിന്നല്ല, ആ പർവ്വതത്തിൽ വസിക്കുന്ന ദൈവത്തിൽ നിന്നാണെന്നുള്ള കാര്യം മനസ്സിലാക്കണം. But we must understand the help does not come from the hills, but from the God that dwells on the hills. അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത് പർവ്വതമെന്നെങ്കിൽ തന്നെയും പിന്നെ താൻ അതൊന്ന് തിരുത്തി പറയുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്, നമുക്ക് മനസ്സിലാകുന്ന എങ്ങനെയാണ്, എനിക്ക് സഹായം അത് മറ്റൊരിടത്തു നിന്നല്ല, ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ അവൻ എന്ന് പറഞ്ഞാൽ സർവശക്തനായ സൃഷ്ടിതാവായ ദൈവത്തിൽ നിന്ന് എനിക്ക് സഹായം വരും. The psalmist corrects himself. He does not say the hills, but he says, my help comes from the person who created heaven and earth. ആമേൻ. ഹല്ലേലൂയ. ദൈവമായ കർത്താവിൻ്റെതായ സന്നിധിയിൽ ഇന്ന് പൽക്കാലം ആരാധനയ്ക്ക് വേണ്ടി കടന്നു വന്നിരിക്കുന്ന ദൈവജനമേ, നമുക്ക് പരിചിതമായ പല മാധ്യമങ്ങൾ, പല ചാനലുകൾ നമുക്ക് അറിയാമായിരിക്കാം, കാണുമായിരിക്കാം. എന്നാൽ അവിടെ ഒന്നുമല്ല, നമുക്ക് അവിടെ നിന്നല്ല സഹായം വരുന്നത്. സഹായം നൽകുന്നത് സ്വർഗത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്നാണ്. We may be familiar with mediums and channels that help us, but the true help comes from the God who made heaven and earth. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഞാൻ ഇവിടെ സൃഷ്ടിതാവായ ദൈവത്തെ കുറിച്ച് ഒന്ന് ഹൈലൈറ്റ് ചെയ്യുവാൻ താല്പര്യപ്പെടുകയാണ്. I desire to highlight about the Creator. നമ്മുടെ ദൈവം ആരാണ് എന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, സൃഷ്ടിതാവായ ദൈവമാണ്. If you ask who our God is, he is the Creator. ഈ ദിവസങ്ങളിൽ നമ്മുടെ പല പ്രിയപ്പെട്ടവരും ജോലിയില്ലാത്തതായ ഭാരങ്ങളിലൂടെ കടന്നു പോകുന്നതായിട്ട് നമുക്കറിയാവുന്ന കാര്യം, നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയമാണ്. We know some of us are facing job challenges and we are praying for it. ആമേൻ. അവർക്ക് സാഹചര്യങ്ങൾ ലഭിക്കുമ്പോഴെല്ലാം ഹല്ലേലൂയ കമ്പ്യൂട്ടറിലും മറ്റതുപോലുള്ളതായ സാഹചര്യങ്ങളിൽ ചെന്നിട്ട് ഹല്ലേലൂയ എവിടെയൊക്കെ ഓപ്പണിംഗ് ഉണ്ട് അവിടെയൊക്കെയും ആമേൻ അവർ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. And every time there is an opportunity, they go into the computers and are searching and applying for jobs. ആമേൻ. ഹല്ലേലൂയ. അതുപോലെ തന്നെ അവർ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, ഞാൻ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ളതായ ഓപ്പണിങ്സ് ഒന്നും ഞാൻ ഇപ്പം കാണുന്നില്ല. And they may be thinking, I expected certain openings, but I don't find it. ആമേൻ. ഹല്ലേലൂയ. പ്രത്യേകിച്ച് സിയാറ്റിൽ അങ്ങനെ ഒരു കാര്യമേ കാണുന്നില്ല. Particularly in Seattle, there is no such opening at all. ആമേൻ. എന്നാൽ എനിക്ക് ഇന്ന് പൽക്കാലം ഈ വചനത്തിൽ നിന്ന് പറയുവാൻ തക്കവണ്ണമുള്ളത്, ഹല്ലേലൂയ, നമ്മുടെ കർത്താവ് സൃഷ്ടിതാവായ ദൈവമാണ്. But what I want to stand upon the word and say, our God is a creator God. ആമേൻ. ഞാൻ ജോലിയുടെ കാര്യം പറഞ്ഞെങ്കിൽ തന്നെയും ഹല്ലേലൂയ, ജോലി എന്നിടത്ത് നിങ്ങളുടെ ആരോഗ്യമാകാം. Even though I spoke about a job, think about your health. ജോലി എന്ന സ്ഥലത്ത് ചിലപ്പോൾ ഡോക്ടറിൻ്റെതായ ഒരു ഫോൺ കോളോ അല്ലെങ്കിൽ അതായത് ബ്ലഡ് റിസൾട്ടോ ആകാം. It may be instead of a job call or results that you're awaiting. നിങ്ങളെ അലട്ടുന്നതായ ഏത് പ്രശ്നങ്ങളെയും അവിടെ കൊണ്ട് നിങ്ങൾക്ക് വയ്ക്കാം. You can substitute this with any challenge you're facing. ഏത് സാഹചര്യത്തിന്റെ മുമ്പേയും ദൈവത്തിന്റെ വചനം പറയുന്നത്, ഹല്ലേലൂയ, നാം സേവിക്കുന്ന നമ്മുടെ ദൈവം ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിവുള്ളവനായ ദൈവമാണ്. No matter what the challenges are, our God is able to call
everything from nothing. ദൈവജനമേ, നാം ഒരുമിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നവരായി തീരണം. May we be one that grows in faith. ആമേൻ. ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നതായ കാര്യം എന്തെന്ന് ചോദിച്ചാൽ, നാം ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യന്തപരമായി നമ്മൾ ചെയ്യുവാൻ, നമ്മിൽ പ്രവർത്തിക്കുവാൻ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെതായ കൃപയ്ക്ക് നാം ദൈവത്തിന് സ്തോത്രം ചെയ്യണം. May we praise God for His grace that works exceedingly and abundantly more than you can expect or imagine. ആമേൻ. നമ്മുടെ ദൈവം സൃഷ്ടിതാവാന്ന് പറയുമ്പോൾ ഹല്ലേലൂയ, അവൻ സർവ്വത്തിന്റെയും ഉടമസ്ഥനായ ദൈവമാണ്. When we think He is the creator, He is the owner of everything. നമ്മുടെ ദൈവം സകലത്തെയും നിയന്ത്രിക്കുന്ന ദൈവമാണ്. He controls everything. ഹല്ലേലൂയ. നമ്മുടെ ദൈവം എല്ലാത്തിനും അവകാശിയായ ദൈവമാണ്. He is a God who owns everything. ആമേൻ. മറ്റൊരിടത്ത് നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നത്, ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നത് തന്റെ ധനത്തിനൊത്തവണ്ണമാണ്. In the word we read that He blesses us according to His riches in glory. എന്റെയും നിങ്ങളുടെയും ധനത്തിനനുസരിച്ചല്ല, ചുറ്റുപാടുകൾക്കനുസരിച്ചല്ല കർത്താവ് നമ്മെ സഹായിക്കുന്നത്. തന്റെ ധനത്തിനൊത്തവണ്ണം ഹല്ലേലൂയ, തന്റെ ധനത്തിൻ്റെതായ മഹത്വം നമുക്ക് വർണ്ണിക്കുവാൻ തക്കവണ്ണം കഴിയുകയില്ല. He does not bless you according to your riches or your standards by the riches of His glory. ഹല്ലേലൂയ. ഇന്ന് വൽക്കാലം അവൻ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. The psalmist says, I lift up my eyes to the hills. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെതായ നിലവാരങ്ങളിൽ നാം കടന്നു പോകുമ്പോൾ, എനിക്ക് വേണ്ടി എന്നെയും നിങ്ങളെയും പരിചയമില്ലാത്ത ആൾക്കാരെ കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി വഴികളെ തുറക്കുവാൻ ദൈവത്തിന് കഴിയും. What God is able to do, He's able to open ways from people you're unfamiliar with. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ആ ഡിപ്പാർട്ട്മെന്റ് ഒരാളെ പരിചയമുണ്ടായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു എന്നൊക്കെ നമ്മൾ സാധാരണ മാനുഷികമായ നിലയിൽ പറയാറുണ്ട്. Now sometimes humanly we say, I wish I knew someone in that department. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ അവർക്കൊന്നും നമ്മുടെ പേരൊന്ന് റെക്കമെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ മാനുഷികമായ നിലയിൽ ചിന്തിക്കുന്ന കാര്യമാണ്. And as a human we think, I wish that person could recommend me. എന്നാൽ ദൈവത്തിന്റെ വചനം ഇന്ന് പകൽക്കാലം ഓർമ്മിപ്പിക്കുന്നത്, എന്നെയും നിങ്ങളെയും പരിചയമില്ലാത്ത അപരിചിതരെ കൊണ്ട് കർത്താവ് നമ്മളെ റെക്കമെൻഡ് ചെയ്യും. But what the word is saying is God is able to use strangers to recommend you. എത്ര പേർക്ക് അത് വിശ്വാസമുണ്ട്? How many of you can believe in ഹല്ലേലൂയ. that? ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, അപരിചിതരെ കൊണ്ട് ഹല്ലേലൂയ, പരിചയമില്ലാത്തവരെ കൊണ്ട് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സൃഷ്ടിതാവായ ദൈവം, ഹല്ലേലൂയ, ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവം, ആ ദൈവത്തിന് അങ്ങനെയും പ്രവർത്തിപ്പാൻ കഴിയും. Our God who made heaven and earth, He is able to use strangers to work for you. അവൻ ദൈവത്തിന് നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുവാൻ തക്കവണ്ണം കഴിയും. God is able to do wonders for you. അവൻ ഹല്ലേലൂയ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ആക്സിഡന്റ്, യാദൃച്ഛികമായിട്ട് എന്ന് തോന്നിക്കുന്നതായ സംഭവങ്ങളിലൂടെ, സാഹചര്യങ്ങളിലൂടെ ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കുവാൻ തക്കവണ്ണം കഴിയും. God is able to do wonders through unexpected ways. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഒരിക്കലും ഇവിടെ നിന്ന് ഒരു നന്മയും കാണുകയില്ല എന്ന് തടഞ്ഞതായ സ്ഥലത്തു നിന്ന് ചിലപ്പോൾ ആയിരിക്കും ഹല്ലേലൂയ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. Sometimes God will work in ways from places that you think there is no good that can come from there. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് അതിനോടുള്ളതായ ബന്ധത്തിൽ എനിക്ക് ആമേൻ 2 രാജാക്കന്മാരുടെ പുസ്തകം, Let's turn to 2 Kings 8-ാം അധ്യായം chapter 8. 1 മുതലുള്ളതായ വേദഭാഗം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പ്രത്യേക ഒരു കഥ നമുക്ക് അവിടെ വായിക്കുവാൻ തക്കവണ്ണം കഴിയും. And in the 8th chapter we are introduced to a story. ആമേൻ. അത് മൊത്തം നമുക്ക് വായിക്കുവാൻ തക്കവണ്ണം നമുക്ക് സമയമില്ല എങ്കിലും 1-2 വാക്യങ്ങൾ വായിച്ചാട്ട്. അത് മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഹല്ലേലൂയ അതിൻ്റെ 5-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ആമേൻ.
അപ്പോൾ ഒന്ന് വായിക്കാമോ? Reading chapter verse 1 onwards. Now Elisha had said to the woman whose son he had restored to life, "Go away with your family and stay for a while wherever you can, because the Lord has decreed a famine in the land that will last 7 years." The woman proceeded to do as the man of God said. She and her family went away and stayed in the land of Philistines for 7 years. And in the 5th verse, യെസ്. just as Gehazi was telling the king how Elisha had restored the dead to life, the woman whose son Elisha had brought back to life came to beg the king for a house and land. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ തക്കവണ്ണം കഴിയുന്നത് രാജാവിൻ്റെ കൊട്ടാരത്തിൽ ഗേഹസി കടന്നു വന്നിട്ട് ഹല്ലേലൂയ അവിടെ നടന്നതായ എലിശയുടേതായ ശുശ്രൂഷ മുഖാന്തരം നടന്നതായ ഒരു സംഭവം അവിടെ വിവരിക്കുകയാണ്. Now here it's described about this incident. ശൂനേംകാരിയുടേതായ മകനെ ജീവിപ്പിച്ചു കൊടുത്തതായ സംഗതിയാണ് അവിടെ വിവരിച്ചുകൊണ്ടിരിക്കുന്നത്. And what we're reading is about the woman's son who was restored to life. ഈ സംഭവം നടക്കുന്നത് 7 വർഷം മുമ്പാണ്. This happened 7 years before. അവിടെ ഒരു ക്ഷാമം നടക്കാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് ദൈവദാസൻ ആ സഹോദരിയോട് പറയുകയാണ് ഇവിടെ ഒന്ന് പോയിക്കോ എന്ന്. And they are saying there is going to be a famine, and the man of God says, "Go away from here." അങ്ങനെ ആ സഹോദരി കുഞ്ഞുമായിട്ട് എവിടെ പോവുകയാണ്? ഫെലിസ്ത്യ ദേശത്തേക്ക് പോവുകയാണ്. And this woman with her child goes to the Philistine land. 7 വർഷം കഴിഞ്ഞിട്ട് മടങ്ങി വരികയാണ്. After 7 years they come back. 7 വർഷം കഴിഞ്ഞിട്ട് മടങ്ങി വരുമ്പോൾ അവിടെ വീടും നാടും അവരുടേതായ പുരയിടം എല്ലാം നഷ്ടപ്പെട്ടു. And she has lost her house, the land, everything. എല്ലാം നഷ്ടപ്പെട്ടവളായിരിക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെ സംഭവിക്കുന്നത്. And the situation is she loses everything. ഈ സംഗതി പറയുവാനായിട്ടാണ് ഈ സഹോദരി അല്ലെങ്കിൽ ഈ സ്ത്രീ രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് കടന്നു പോകുന്നത്. And to tell the king the situation she goes. രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് കടന്നു എന്ന് സംസാരിക്കുന്നതായ വേളയിൽ ഇതാണ് ഞാനിവിടെ ഓർപ്പിക്കുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നതായ ഒരു വിഷയം. And as she talks to the king, and that is what I want to talk about. എക്സാക്ട് സമയത്ത് തന്നെ ഗേഹസി രാജാവിനോട് ഈ സഹോദരിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. And that exact moment Gehazi is talking about this woman. ദൈവത്തിന്റെ ടൈമിംഗ് ഒന്ന് ഓർത്തേ. Think about the timing of God. ദൈവമായ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വിധങ്ങളൊന്ന് ഓർക്കാൻ തക്കവണ്ണമാണ് ഈ കാര്യം ഞങ്ങൾ ഓർപ്പിച്ചത്. Think about the way that God works. ഹല്ലേലൂയ. അവിടെ പറയുന്നത് 7 സംവത്സരം കഴിഞ്ഞിട്ടാണ് സ്ത്രീ മടങ്ങി വരുന്നത്. She comes back after 7 years. ഹല്ലേലൂയ. അവൾക്ക് ഉണ്ടായിരുന്നതെല്ലാം രാജാവിനോട് സങ്കടം പറഞ്ഞ് ബോധിപ്പിച്ച് എല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ള നിലയിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. She talks about her concerns to the king and mourns with him. എന്നാൽ അവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നത് രാജാവ് ആ സംഗതി കേട്ട് കഴിഞ്ഞപ്പോൾ What we read is after the king hears this, ഹല്ലേലൂയ, പ്രത്യേകിച്ച് തന്റേതായ പടയാളികളോട് പ്രത്യേക പറയുന്ന ഒരു കാര്യമുണ്ട്. there is one thing he instructs the soldiers. ഒന്ന് വായിക്കാമോ? Let's read that. നോക്കിക്കേ, അവളോട് പറയുകയാണ്. And then he assigned an official to her case and said to him, "Give back everything that belonged to her." അത് മാത്രം അവിടെ പറയുന്നത് 7 വർഷത്തിന്റെ ഫലം കൂടെ അവൾക്ക് കൊടുക്കണമെന്ന്. And it also says, "Give all that she lost in the 7 years." ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, നമുക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ തോന്നുന്നുവോ അതിനെ എല്ലാം മടക്കി തരുവാൻ തക്കവണ്ണം ഹല്ലേലൂയ ശക്തനായ ദൈവമാണ് ഈ സർവ്വസൃഷ്ടിതാവായ ദൈവം. Our creator God is able to return to you everything that you have lost. ഈ സഹോദരൻ ചിന്തിച്ച് എല്ലാം നഷ്ടപ്പെട്ടു പോയെന്ന്. This woman thought she has lost everything. വീട് നഷ്ടപ്പെട്ടു, പുരയിടം നഷ്ടപ്പെട്ടു, എല്ലാം ആദായങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. പക്ഷെങ്കിൽ ഹല്ലേലൂയ എല്ലാം കണക്ക് പറഞ്ഞ് ഹല്ലേലൂയ കണക്കെടുത്ത് നമുക്ക് ചോദിക്കുന്നതിനേക്കാൾ അപ്പുറമായി നനയ്ക്കുന്നതിനേക്കാൾ അപ്പുറമായി നമുക്ക് വേണ്ടി ചെയ്തു തരുവാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് ഞാൻ നിങ്ങളും ആരാധിക്കുന്നത്. You and I serve a God who is able to do exceedingly and abundantly
more than we can even imagine. ഹല്ലേലൂയ. ഇവിടെ ഞാൻ ഓർപ്പിക്കുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നതായ കാര്യം, ആമേൻ, ഈ ഗേഹസി പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഹല്ലേലൂയ ഇസ്രായേൽ കയറി വരുന്നു. എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, ഞാൻ അറിയാത്ത മണ്ഡലത്തിൽ, നിങ്ങൾ അറിയാത്ത മണ്ഡലത്തിൽ, നിങ്ങൾ അറിയാത്ത ഡിപ്പാർട്ട്മെന്റിൽ, നിങ്ങൾ അറിയാത്ത മാനേജറോട്, നിങ്ങൾ അറിയാത്തതായ സൂപ്പർവൈസറോട് അല്ലെങ്കിൽ സംസാരിക്കുന്ന ഒരു ദൈവം എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി ഒന്നുള്ളത് ഓർത്തു ദൈവത്തെ മഹത്വപ്പെടുത്തുക. And as this woman approaches the king, there is Gehazi who is approaching the king for her in a similar manner. From departments, from managers, from strangers, God is able to work for you. ആമേൻ. രണ്ടാമത്തെ കാര്യം എനിക്ക് ഓർപ്പിക്കുവാൻ തക്കവണ്ണമുള്ളത് 3-4 വാക്യങ്ങൾ, സങ്കീർത്തനത്തിൻ്റെതായ 3-4 വാക്യത്തോടുള്ള ബന്ധത്തിലാണ്. And we'll go back to Psalm 121 chapter verse 3 and 4. ആമേൻ. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു, ദൈവം നമ്മെ നിരന്തരം നിരീക്ഷിക്കുന്ന ദൈവമാണ്. What we see there, our God is constantly watching us. ആമേൻ. ഹല്ലേലൂയ. നമ്മെ നിരന്തരം, അതായത് തോന്നുന്ന സമയത്ത് കാണുന്ന ഒരു ദൈവമല്ല, ഇഷ്ടമുള്ളപ്പോൾ കാണുന്ന ഒരു ദൈവമല്ല, കണ്ടിന്യൂസ്ലി ഹല്ലേലൂയ നമുക്ക് കോൺസ്റ്റന്റ്ലി എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ നിരന്തരമായി നമ്മെ കാണുന്ന, അറിയുന്ന ഒരു ദൈവം. We see a God who is constantly watching us, not at times, not sometimes, but all the time. അവിടെ പറയുന്നത് എങ്ങനെയാണ്? നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല. We read that he will not let your foot to slip. ആമേൻ. കാല് വഴുതുന്നപ്പോ അതിന്റെ അർത്ഥം എന്താണ്? ഓരോ സ്റ്റെപ്പും കർത്താവ് നോക്കുന്നു. What that means is he is watching every step you take. ഓരോ സ്റ്റെപ്പും വഴുവഴുപ്പിലൂടെ കടന്നു പോകുമ്പോഴും കർത്താവ് കാണുന്നുണ്ട്. When you're walking in a slippery step, every step you watch. കാരണം എന്തെന്ന് ചോദിച്ചാൽ, എന്നെയും നിങ്ങളെയും കാക്കുന്നതായ ദൈവം മയങ്ങുന്ന ദൈവമല്ല. He is a God who does not sleep nor slumber. നമ്മൾ വായിക്കുന്നത്, ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയുമില്ല, ഉറങ്ങുകയുമില്ല. We read the watcher over Israel will neither slumber nor sleep. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും ക്ഷീണമുള്ളവരാ. As humans, we all get tired. ആമേൻ. നമ്മൾ പലപ്പോഴും ഹല്ലേലൂയ ഉറങ്ങാതെ ഇരിക്കണമെന്ന് തോന്നിയാലും ചിലപ്പോൾ ഉറങ്ങിപ്പോകും. Sometimes we think I don't want to sleep and yet we fall asleep. ആരാധനയ്ക്ക് തന്നെ കടന്നു വന്നിട്ട് ഹല്ലേലൂയ നമ്മൾ പലപ്പോഴും നമ്മൾ കടന്നു വായ് വിസ്താരത്തിൽ തുറക്കുന്നവരെ നമ്മൾ കാണാറുണ്ട്. Sometimes we see there are people who yawn in the church. അത് എന്തിനാ നിന്റെ വായ് വിസ്താരത്തിൽ തുറക്കാതെ ദൈവം നിറയ്ക്കുമെന്നാ കർത്താവ് പറയുന്നത്. But God says, open your mouth and I will fill it. അവിടെ സംഭവിക്കുന്ന അതല്ല, ഉറക്കം കാരണമാണ്. But there it is happening because of the sleep. ചിലരാണെങ്കിൽ പാസ്റ്ററെ നോക്കത്ത് പോലും ഇല്ലാതെ കുനിഞ്ഞിരുന്ന് കൊണ്ട് ഉറങ്ങുകയാണ്. There are some people who don't even look at the pastor, bow their head and sleep. ഞാൻ ഇതിനിടയ്ക്ക് പറയട്ടെ, നിങ്ങൾ ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ അങ്ങനെ ഇരിക്കുന്ന കുറേ പേര് നിങ്ങളുടെ പ്രസംഗം കേൾക്കാനായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രസംഗം എത്രത്തോളം നിങ്ങൾക്ക് വരുമെന്നുള്ള കാര്യം നിങ്ങളൊന്ന് ചിന്തിക്കണം. Now imagine some of you were standing here and speaking. How would you be able to speak when many are like that? അപ്പോൾ ഞാൻ എൻ്റെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ മടങ്ങി വരട്ടെ. Let me come back to the topic. നമുക്കെല്ലാം നമ്മുടെ രോഗം കാരണം, നമ്മുടെ ക്ഷീണം കാരണം ഒക്കെ നമുക്ക് ഉറക്കം വരാൻ സാധ്യതയുണ്ട്. Now because of our fatigue and whatever, we may be asleep. നല്ല സ്നേഹമുള്ളതായ മാതാപിതാക്കൾ പോലും ചിലപ്പോൾ ഹല്ലേലൂയ കുഞ്ഞുങ്ങൾ രോഗികളായി കിടക്കുമ്പോൾ ഇതിനിടയ്ക്ക് ചിലപ്പോൾ ക്ഷീണിതരായിട്ട് മയങ്ങിപ്പോകാറുണ്ട്. No matter how loving a parent is, when they're watching their sick kid, they will fall asleep. ശക്തരായ ആളുകൾക്ക് പോലും ഹല്ലേലൂയ ഉറക്കം വരാറുണ്ട്. Even the strongest people will fall asleep. ശക്തരായ വ്യക്തികൾക്ക് പോലും ഉറങ്ങുവാൻ കഴിയുന്നില്ല എങ്കിൽ അവരുടേതായ ഹല്ലേലൂയ ആരോഗ്യത്തെ അത് ബാധിക്കും. And even the strongest person, if they don't sleep, it will hurt their health. ഞാനും ജോലി ചെയ്തുകൊണ്ടിരുന്നതായ സമയത്ത് നൈറ്റ് ഷിഫ്റ്റ് ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. And I have done night shifts in my career. ജോലി ചെയ്ത് നൈറ്റ് ഷിഫ്റ്റ് ജോലി ചെയ്തിട്ട് 12 മണിക്കൂർ ഉറങ്ങിയാലും ഉറക്കക്ഷീണം മാറുകയില്ല. And even if you sleep 12 hours after a night shift, the exhaustion doesn't go. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരെ ദൈവം നിർമ്മിച്ചിരിക്കുന്നത് പകൽ ജോലി ചെയ്യുവാനും രാത്രി അവൻ വിശ്രമിക്കുവാനുമായിട്ടാണ്, ഉറങ്ങുവാനുമായിട്ടാണ്. God has created man to work during day and sleep at എന്നാൽ night. ജോലിയോടുള്ള ബന്ധത്തിൽ നമ്മൾ ഇതിന് നിർബന്ധിതരായി പോകുന്നു. അത് നമ്മൾ അങ്ങനെ ചെയ്തു വരുന്നു. But sometimes we have job compulsions and we do that. അത് തെറ്റെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷേ നമ്മൾ
നമ്മുടെ ജീവിതത്തിൽ ഉറക്കം വരാൻ സാധ്യതയുണ്ട്. എന്നാൽ കർത്താവിനെ കുറിച്ച് ഇവിടെ പറയുന്നത് നമ്മുടെ ദൈവം ഉറങ്ങുന്ന ദൈവമല്ല. But what we read here is our God does not sleep. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന്റെ കണ്ണ്, നമ്മുടെ ദൈവത്തിന്റെ കണ്ണ് എന്നെയും നിങ്ങളെയും ഇരിക്കുമ്പോൾ മയങ്ങിപ്പോകയില്ല എന്ന് പറഞ്ഞാൽ അടഞ്ഞു പോകയില്ല എന്നർത്ഥം. What that means, our Creator is constantly watching us. He does not shut his eyes. നമ്മുടെ ദൈവം നമ്മെ ഓരോരുത്തരെയും എവിടെ പോകുന്നു, എന്ത് സംസാരിക്കുന്നു, എന്തെടുക്കുന്നു, ഹല്ലേലൂയ, നിങ്ങളുടെ മാനസികമായ നില എന്ത്, നിങ്ങളുടെ പ്രാർത്ഥന എന്ത്, നിങ്ങളുടെ അവസ്ഥ എന്ത് എന്നുള്ളത് നല്ലവണ്ണം അറിയുന്ന കർത്താവാണ്. Our God very well knows where you're going, what you're saying, what you're thinking, your prayer. He knows everything. ആമേൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം വാഹനം ഓടിക്കുമ്പോൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ കടന്നു പോകുമ്പോൾ, നാം ജോലിക്ക് കടന്നു പോകുമ്പോൾ, എവിടെയും നമ്മെ നിരീക്ഷിക്കുന്ന ഒരു നല്ല ദൈവം. Whether you're driving, going to school, to your office, God is constantly watching over you. ഹല്ലേലൂയ. നമുക്ക് ഈ ക്യാമറ ഇന്നത്തെ കാലത്ത് നമ്മുടെ ടെക്നോളജി വന്നതുകൊണ്ട് അതിന് എന്താ പറയുന്നത്, നമ്മൾ അല്ലല്ല, നമ്മുടെ ലൈവ് ക്യാമറ നമുക്ക് കാണാമല്ലോ, CCTV അല്ലേ. അപ്പോൾ അങ്ങനെ വാച്ച് ചെയ്യുന്നതായ ഒരവസ്ഥ നമ്മൾ പലപ്പോഴും നമ്മുടെ മാധ്യമങ്ങളോടൊക്കെ വാച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ കുഞ്ഞുങ്ങളെ പട്ടി ഓടിക്കുന്നത് ഒക്കെ നമുക്ക് കാണാൻ തക്കവണ്ണം കഴിയും. പക്ഷേ ക്യാമറ അവിടെ തന്നെ ഇരിക്കുന്നതുകൊണ്ട് ക്യാമറയ്ക്ക് ചെന്ന് സഹായിക്കാൻ പറ്റുകയില്ല. Now sometimes you watch the TV, you'll find dogs chasing and it's all recorded on CCTV, but this camera cannot go and help the kid. ഹല്ലേലൂയ. ചില വ്യക്തികളാണെങ്കിൽ ഓടിക്കുന്നത്, പട്ടി ഓടിക്കുന്നത് കണ്ടെന്ന് പറഞ്ഞാലും അപ്പോഴും അവരുടെ ശ്രദ്ധ അതായത് റെക്കോർഡ് ചെയ്യുന്ന കാര്യത്തിലായിരിക്കും. Even though sometimes they are recording this, instead of helping, they are more worried about recording the event. റെക്കോർഡ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ പോകത്തില്ല. അതിങ്ങനെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ പലപ്പോഴും ഇത് കണ്ടുകൊണ്ട് റെക്കോർഡ് ചെയ്ത വ്യക്തിക്ക് ഒന്ന് ഹെൽപ്പ് ചെയ്തെങ്കിൽ ആ കുട്ടി രക്ഷപ്പെടുമായിരുന്നു നമ്മൾ പറയുമായിരുന്നല്ലോ. There are some tendencies for folks to focus on recording the event rather than extending help so that they can put it on social media, and we think, why didn't they help? എന്നാൽ ഇവിടെ നമുക്ക് കാണാൻ തക്കവണ്ണം കഴിയുന്ന ദൈവം, നമ്മുടെ ദൈവം റെക്കോർഡ് ചെയ്യുന്ന, വാച്ച് ചെയ്യുന്ന ഒരു ദൈവം മാത്രമല്ല, ഹല്ലേലൂയ, തക്ക സമയത്ത് നമുക്ക് വേണ്ടി നമ്മെ സഹായിപ്പാൻ തക്കവണ്ണം എഴുന്നള്ളുന്ന ഒരു ദൈവമാണ്. But here we read, our God does not just watch, but in due time he will move to help you. ഹല്ലേലൂയ. ദൈവമായി കർത്താവിൻ്റെതായ വചനം അതാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. That is what the word of God reminds us. ഇന്ന് പൽക്കാലം നാം ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും സന്തോഷിക്കുവാൻ തക്കവണ്ണം കഴിയണം. നമ്മുടെ ദൈവം മയങ്ങുന്ന ദൈവമല്ല, ഹല്ലേലൂയ, നമ്മെ മറക്കുന്ന ഒരു ദൈവമല്ല. അവൻ നമ്മെ ഹല്ലേലൂയ നിരന്തരമായി നിരീക്ഷിക്കുന്ന, അതിനുവേണ്ടി കരുതുന്ന ദൈവമാണ്. നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. This morning we have a reason to rejoice. We have a God who is watching us and who is reminded of us at all times. ആമേൻ. നമ്മൾ 5 മുതലുള്ളതായ വേദഭാഗത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, when we come to the 5th verse onwards, അവിടെ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. and here we read, യഹോവ നിന്റെ പരിപാലകൻ, our Lord is your helper. യഹോവ നിന്റെ വലത്ത് ഭാഗത്ത് നിനക്ക് തണൽ. He is a shade at your right. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കയില്ല. The sun will not harm you by day, nor the moon by night. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. The Lord will keep you from all harm. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. He will watch over and preserve your life. എന്താണ് അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്? What do we understand from here? നമ്മുടെ ദൈവം, ഹല്ലേലൂയ, നമ്മുടെ ദൃശ്യവും അദൃശ്യവുമായ അപകടങ്ങളിൽ നിന്ന് വിടുവിക്കുന്ന ദൈവമാണ്. He is a God who will deliver you from seen and unseen dangers. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ കാണുന്നതായ അനേക അപകടങ്ങളുണ്ട്. There are many accidents we see. അവൻ നമ്മൾ കാണുന്നതായ അപകടങ്ങളാണെങ്കിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാൻ തക്കവണ്ണം നമ്മൾ പരമാവധി ശ്രമിക്കാറുമുണ്ട്.
ശ്രമിക്കാറുണ്ട്. And we also try to move away from this scene approaching dangers. എന്നാൽ മറ്റൊരു യാഥാർത്ഥ്യം നമ്മൾ കാണണം. But there is a reality we need to know. നമ്മൾ ഒരിക്കലും അറിയാത്ത നിലയിൽ, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതായ നിലയിൽ എന്നെയും നിങ്ങളെയും പതിയിരിക്കുന്നതായ അപകട മേഖലകളുണ്ട്. But there are hidden dangers in our life. അവൻ നമ്മുടെ ജീവിതത്തിൽ ആക്രമണം അങ്ങനെ കടന്നു വരാൻ സാധ്യതയുണ്ട്. There could be attacks that is formed against you. അവൻ നമ്മുടെ ജീവിതത്തിൽ പ്രലോഭനങ്ങൾ അങ്ങനെ കടന്നു വരാൻ സാധ്യതയുണ്ട്. There could be temptations that come your way. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ തെറ്റായ തീരുമാനങ്ങൾ ഇങ്ങനെ കടന്നു വരാൻ സാധ്യതയുണ്ട്. Mistaken decisions can come this way. ഇതൊക്കെ നേരത്തെ അറിയാമായിരുന്നെങ്കിൽ ഇത് ഒരിക്കലും ഞാൻ ചെന്ന് പെടുകയില്ലായിരുന്നു എന്ന് ചിന്തിക്കുന്ന മേഖലകൾ ധാരാളമുണ്ട്. And at hindsight we think I could have avoided this many times. എന്നാൽ പൽക്കാലം ഒരു കാര്യം ഓർമ്മിച്ചു കൊള്ളുക, ഞാനും നിങ്ങളും അറിയാതെ, ഞാൻ അറിയാതെ, നിങ്ങൾ അറിയാതെ എനിക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ചതുകൊണ്ട്, നിങ്ങൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ചതുകൊണ്ട് ഒഴിഞ്ഞുപോയ എത്രയോ അപകടങ്ങൾ. But know this today, without your knowledge, without my knowledge, how many dangerous and accidents have been moved from your life. അല്പം ഒന്ന് തെറ്റിയിരുന്നെങ്കിൽ, അല്പം ഒന്ന് മാറിയിരുന്നെങ്കിൽ, അല്പം ഒന്ന് മുമ്പേ ആയിരുന്നെങ്കിൽ, പിന്നെ ആയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ എത്രയോ സമയം നമുക്കുണ്ട്. There are so many times we said, if I was a little to the left or to the right, a little forward or even behind. ദൈവജനമേ, അത് നമ്മുടെ മിടുക്ക് കൊണ്ടല്ല, നിരന്തരം നമ്മെ സഹായിക്കുന്ന ഒരു ദൈവം നമുക്കായി ഉള്ളത് കൊണ്ട്, അവൻ നമ്മെ സംരക്ഷിച്ചത് കൊണ്ടാണ്. It is not because of your ability, it is because there is a God who is constantly watching over you. അപ്പോൾ നമ്മുടെ ദൈവം എന്ന് പറയുന്നത് നമ്മെ ദൃശ്യമായതും അദൃശ്യമായതുമായ അപകടങ്ങളിൽ നിന്ന് വിടുവിക്കുന്ന ദൈവമാണ്. Our God is a God who delivers you from seen and unseen dangers. ഹല്ലേലൂയ. 121 സങ്കീർത്തനത്തിൻ്റെതായ ഹല്ലേലൂയ അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ, തണൽ എന്നുള്ള ഒരു വിഷയം നമുക്ക് അവിടെ വായിക്കുവാൻ തക്കവണ്ണം കഴിയും. We read in Psalm 121 about a shade. ഹല്ലേലൂയ. യഹോവ നിന്റെ പരിപാലകൻ, യഹോവ നിന്റെ വലത്ത് ഭാഗത്ത് നിനക്കെന്താ? തണൽ എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ നമ്മെ ഏതു സാഹചര്യത്തിലും ആവരണം ചെയ്യുന്ന ഒരു കവറായിട്ട്, ഒരു കവറിംഗ് ആയിട്ട് നമുക്ക് ചിന്തിക്കുവാൻ തക്കവണ്ണം കഴിയും. In the 5th verse we read, the Lord is your shade at your right hand. The word shade means there is a covering over you. ആമേൻ. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിലായിരുന്നപ്പോൾ പകൽ മേഘസ്തംഭമായി, ഹല്ലേലൂയ, രാത്രി അഗ്നിത്തൂണായി, തണലായി അവരോടൊപ്പം എപ്പോഴും ഉണ്ടായിരുന്നു. When the Israelites were traveling, he was a cloud during the day, a pillar of fire at night. He has a shade over them. ആമേൻ. ദൈവജനമേ, ഹല്ലേലൂയ, തന്റെ ഭക്തന്മാർക്ക് വേണ്ടി ഹല്ലേലൂയ അവരുടെ ചുറ്റും പാളയമിറക്കി രക്ഷിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. He is a God who will come around his saints and protect them. ആമേൻ. നമ്മൾ മറ്റൊരു ഭാഗത്ത് നമ്മൾ വായിക്കുന്നുണ്ട്, 2 തെസ്സലോനിക്കർ എഴുതിയ ലേഖനം 3-ാം അധ്യായം 3-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. In the 2nd Thessalonians we read in 3:3. കർത്താവ് വിശ്വസ്തൻ, അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. But the Lord is faithful and he will strengthen and protect you from the evil one. ഹല്ലേലൂയ. ആമേൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യുദ്ധമുണ്ട്. ആ യുദ്ധം ഹല്ലേലൂയ അത് അവിടെ അങ്ങനെ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി യുദ്ധക്കളത്തിൽ ആമേൻ എനിക്ക് പകരം, നിങ്ങൾക്ക് പകരം തന്റെ ദൂതന്മാരെ അയച്ച് ആമേൻ യുദ്ധം ഹല്ലേലൂയ കർത്താവ് നടത്തി നമ്മെ ജയിപ്പിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം. When there is a battle formed against you, even before you go there, he sends his angels to fight for you and the presence of God. ആമേൻ. നമ്മുടെ ദൈവത്തിൻ്റെതായ കാരുണ്യം ഓർക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ മൗനമായി തീരിപ്പാൻ കഴിയുകയില്ല. When we think about the mercies of God, we cannot sit silent in his presence. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ തന്നെ എത്രയോ അപകടങ്ങളിൽ നിന്ന് നമ്മുടെ കുട്ടികളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ പ്രിയപ്പെട്ടവരെ എത്രയോ അപകടത്തിൽ നിന്നാണ് കർത്താവ് സംരക്ഷിച്ചത്.
രക്ഷിച്ചത് നമ്മുടെ മിടുക്ക് കൊണ്ടല്ല, നമ്മുടെ പ്രത്യേകത ഒന്നും കൊണ്ടല്ല. കർത്താവ് എനിക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ട്, നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തതുകൊണ്ടാണ്. How many times have we delivered you and your children? It is not because of your ability, it is because He is watching over you. അവസാനമായിട്ട് ഞാൻ ഓർപ്പിക്കുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നത്, ഹല്ലേലൂയ, അതിന്റെ 8ാമത്തെ വാക്യം ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. ഹല്ലേലൂയ, അവൻ, ഹല്ലേലൂയ, യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. In the 8th verse we read, the Lord will watch over your coming and going, both from now and forevermore. എന്ന് പറഞ്ഞാൽ ദൈവം നമ്മുടെ വ്യക്തി ജീവിതത്തെയും ഭവനത്തെയും നമ്മുടെ യാത്രകളെയും നമ്മുടെ ഇപ്പോഴത്തെ വർത്തമാനകാലത്തെയും ഭാവി സമയത്തെയും കർത്താവ് ആണ് സൂക്ഷിക്കുന്നത്. What it means is your life and your everything for the today and for tomorrow in the future He preserves it. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, നമ്മുടെ എല്ലാ സാഹചര്യങ്ങളിലും ദൈവമായി കർത്താവ് തന്റെ സാന്നിധ്യം അയച്ചുകൊണ്ട്, ഹല്ലേലൂയ, അവൻ എന്നോട് നിങ്ങളോട് പറയുന്നത് ഇങ്ങനെയാണ്: മകനെ നീ എനിക്കുള്ളവൻ, മകളെ നീ എനിക്കുള്ളവൻ, ഹല്ലേലൂയ, നീ എൻ്റെ വക, ഞാൻ നിന്നെ സൂക്ഷിക്കുമെന്നുള്ളതാണ് ദൈവത്തിന്റെ വാഗ്ദത്തം. What He promises is this: my son, you belong to me, my daughter, you belong to me. ഹല്ലേലൂയ, നീ പൂർണ്ണ ഹൃദയത്തോടുകൂടെ യഹോവയിൽ ആശ്രയിക്കുമെങ്കിൽ നമ്മുടെ എല്ലാ വഴികളിലും, ഹല്ലേലൂയ, അവനെ തന്നെ നനച്ചുകൊണ്ട് നമ്മുടെ വഴികളെ അവൻ സ്ഥിരപ്പെടുത്തുന്ന ഒരു നല്ല ദൈവം, നേരെയാക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ പരിപാലകനായ ദൈവം. If you trust in Him and commit your ways to Him, He will make your path straight. ഹല്ലേലൂയ, ഇത് പൽക്കാലം ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ദൈവജനമേ, ഈ ദൈവത്തിങ്കിലേക്ക് സമയഭേദം കൂടാതെ ഏത് സമയത്തും കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിക്കാം. And here is a God without worrying about any time you can approach Him. അവൻ നമ്മുടേതായ ചലഞ്ചസ് എത്ര സങ്കീർണമാണെങ്കിലും, ഹല്ലേലൂയ, നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ, കഴിഞ്ഞ ദിവസം when God step in, നമ്മൾ സംസാരിച്ചതുപോലെ, ഹല്ലേലൂയ, അവൻ നാം നനച്ചിരിക്കാത്ത നിലയിൽ, പ്രതീക്ഷിക്കാത്തതായ നിലയിൽ എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. No matter how grave your challenges are, as we spoke the other day, He is a God who will step in for you. ഹല്ലേലൂയ, ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ, കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം, നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. Now the time for the Sunday school. If you go, you can go now. If you want to go, yes, please go ahead.